ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രുതി ടീച്ചറാണേ. അപ്പോൾ പരീക്ഷയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? പരീക്ഷകൾക്ക് മാറ്റമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ. സോ നമുക്കിന്ന് ഓണത്തിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. സോ എ ഗ്രേഡ് നേടാനായിട്ട് നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാനും റെഡിയാണ്. സോ വരൂ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ, നമുക്ക് കലോത്സവ കാഴ്ചകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ? കാനനോത്സവം എന്ന് പറയുന്ന പാഠത്തിൽ ഭംഗിയായിട്ട് പഠിക്കുന്നില്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ട കലോത്സവ കാഴ്ചകൾ, നിങ്ങളുടെ അനുഭവം എഴുതാൻ വേണ്ടിയിട്ട് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? അല്ലെങ്കിൽ വർണ്ണന തയ്യാറാക്കാം, അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഏകദേശം അനുഭവക്കുറിപ്പാകുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. വർണ്ണനയാണെങ്കിൽ അതിനെ ഭംഗിയായിട്ട് വിവരിക്കുക. വിവരണത്തിലപ്പുറം അതിനൊരു മനോഹാരിത വേണം. അതുകൊണ്ടാണ് വർണ്ണന എന്ന് പറയുന്നത്. അപ്പം നമുക്കതൊന്ന് നോക്കാം അല്ലേ? എന്ത് തന്നെയായാലും ആശയം ഒന്ന് തന്നെയാണ്. നമുക്ക് എഴുതാം. ഇതാ, ഞാനിപ്പോൾ ഇവിടെ ഒരു വർണ്ണന പോലെയാണ് എഴുതുന്നത്. ഇതേ കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് അനുഭവക്കുറിപ്പായിട്ടും എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. വായിക്കട്ടെ. ഇതാ, ഞാൻ കണ്ട കലോത്സവ കാഴ്ചകൾ. പേര് നിങ്ങൾക്ക് വേറെയും കൊടുക്കാം കേട്ടോ. നിറമുള്ള ഉത്സവ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. വർണ്ണശബളമായ അന്തരീക്ഷം. വർണ്ണശബളമായ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭംഗിയാക്കി എഴുതുന്നത് കൊണ്ടാണ്. അലങ്കരിച്ച ഒരു അന്തരീക്ഷം അല്ലേ? ബലൂണുകളും നിറയെ തോരണങ്ങളുമായി നിൽക്കുന്ന സ്കൂളിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉച്ചഭാഷിണിയിലൂടെ ഉയരുന്ന ശബ്ദം. ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ എന്താ? മൈക്ക്. എന്താ ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ? മൈക്ക്. മൈക്കിലൂടെ അല്ലേ നമ്മൾ പാട്ടുപാടുകയും കഥ പറയുകയൊക്കെ ചെയ്യാം. നൃത്യങ്ങൾക്കായി മുഖത്ത് ചായം തേച്ച് അണിഞ്ഞൊരുങ്ങിയ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ എന്നുള്ളതിന് പകരം കുട്ടികൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. കുട്ടികൾ ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് ഓടിപ്പോകുന്നു. ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ ആടിപ്പാടുന്ന മൊഞ്ചത്തികൾ. കേട്ടിട്ടും കേട്ടിട്ടും മതിവരാതെ ലളിത മനോഹരമായ ഗാനങ്ങൾ. സംഘഗാനം ഉണ്ടാവും അല്ലേ? ദേശഭക്തി ഗാനം ഉണ്ടാവും, ലളിത ഗാനം ഉണ്ടാവും. നർമ്മം ചാലിച്ച തുള്ളൽ വേദിയിൽ ചിരിപടക്കം പൊട്ടുന്നത് ആസ്വദിച്ച് നിൽക്കവേ. തുള്ളല് നമ്മള് പടയുടെ കെടുതി എന്ന് പറയുന്ന പാഠത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ? തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ. അപ്പൊ അത് രസകരമാണ് എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്കറിയാം അല്ലേ? അപ്പോൾ അവിടെ നർമ്മം ചാലിച്ച തുള്ളൽ, അത് കാണുമ്പോൾ നമുക്ക് ചിരിയാ വരിക. നോക്കട മൂത്ത കുരങ്ങാ നിന്നൂടെ അല്ലേ, ധിക്കാരം മമ കാട്ടരുതിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുരങ്ങാന്നൊക്കെ നമ്മളെ നോക്കി വിളിക്കുമ്പോൾ നമുക്ക് ചിരി വരില്ലേ? അതാ പറയുന്നത്. നർമ്മം ചാലിച്ച തുള്ളൽ വേദിയിൽ ചിരിപടക്കം പൊട്ടുന്നത് ആസ്വദിച്ചു നിൽക്കവേ തൊട്ടടുത്ത വേദിയിൽ വല്ലവും അരിവാളുമായി ഇങ്ങനെ അല്ലേ, കർഷകന്റെ ഇതൊക്കെ പറഞ്ഞിട്ട്, കർഷക സ്ത്രീ അല്ലേ, അവര് നെഞ്ചത്തടിച്ചു കരയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അല്ലേ? നാടോടി നൃത്തം. അപ്പോൾ തൊട്ടടുത്ത വേദിയിൽ വല്ലവും അരിവാളുമായി. ഒരു വല്ലം അല്ലേ, ഓല കൊണ്ട് പുല്ല് പറിക്കുന്ന വല്ലം, പുല്ലരിയുന്ന അരിവാളൊക്കെ ആയിട്ടില്ലേ നാടോടി നൃത്തം. അതിൽ കുറച്ച് ഭംഗിയായിട്ട് എഴുതിയതാണ്. വല്ലവും അരിവാളുമായി നാടോടി നൃത്തം തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വർണ്ണന. ഇനി അനുഭവക്കുറിപ്പാവുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഞാൻ കണ്ട മനോഹരമായ ഒരു കലോത്സവ കാഴ്ചയാണിത്. ബലൂണുകളും നിറച്ച് തോരണങ്ങളുമായിട്ട് നിൽക്കുന്ന സ്കൂളില് വിവിധ വേദികളായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ? മുഖത്ത് ചായം തേച്ച് അണിഞ്ഞൊരുങ്ങിയ വിദ്യാർത്ഥികൾ. അതൊക്കെ ഒരു അനുഭവം പോലെ എഴുതുക. വർണ്ണനയും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പറയുന്നതായിട്ട് തോന്നണം അനുഭവം. വർണ്ണനയാണെങ്കിൽ അവിടെ കണ്ട കാഴ്ചകൾ വർണ്ണിക്കുന്നതായിട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഒരുപാട് പരീക്ഷാ ചോദ്യങ്ങളുമായിട്ട്, മലയാളത്തിൻ്റെ പരീക്ഷാ ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരാം. അപ്പോൾ ഓണപരീക്ഷാ ചോദ്യങ്ങളാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവുക. അതിനു മുൻപായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ടീച്ചർ എല്ലാ ക്ലാസ്സിലും ഇനി വരുന്നത് ഓണപരീക്ഷയുടെ ചോദ്യങ്ങളുമായിട്ടായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസ് 3 ഫോർ ഫ്രീ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചർക്ക് ഒരു ലൈക്കും കൂടെ തരാം കേട്ടോ. ലൈക്ക് ചെയ്യൂലേ?
യെസ്, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.